Welcome to BSC session class, 36th lecture, and this is the 10th lecture on C language, C programming language. Today's subject is control statements in C, or it is also called looping instruction in C, or we say loops in C. In the previous class, we have studied conditional statements, if and if else. Today we study control statements, and this is a very important essay from this C programming. An important essay, repeated question: what are the looping constructs in C? Explain. Or what are loops in C? Explain. Or explain while, do while, and for loops. These are the questions. Very important topic from C language programming. Looping constructs in C, or simply C loops. അപ്പോൾ ശരിക്കും പഠിക്കേണ്ട ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ സിയിലെ ലൂപ്പുകൾ, ഇവയെ നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കണ്ടീഷണലും കൺട്രോളായിട്ട് മാറിപ്പോരുത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചത് ഈഫ് ആൻഡ് ഈഫ് എൽസ് ആണ്. ഇത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്സ് എന്ന് പറയും. ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ്. A loop executes the sequence of statements many times until the stated condition becomes false. A loop consists of two parts, a body of a loop and a control statement. The control statement is a combination of some conditions that direct the body of the loop to execute until the specified condition becomes false. The purpose of the loop is to repeat the same code a number of times. അപ്പോൾ ലൂപ്പിന് ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു പേര് ദിസ് ഈസ് ഗുഡ് എന്നുള്ള പ്രിൻ്റ് ചെയ്യണമെങ്കിൽ സാറിന് നമ്മൾ ഒരു പ്രോഗ്രാമിൽ ചെയ്യുന്നത് ദിസ് ഈസ് ഗുഡ് എന്ന് 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യാൻ വെച്ചത്. ദിസ് ഈസ് ഗുഡ് അല്ലെങ്കിൽ സി ഈസ് ഗുഡ്. സി ഈസ് ഗുഡ് എന്ന് 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ കേസിൽ ചിന്തിക്കുന്നത് എന്താണ്? സി ഈസ് ഗുഡ് എന്ന് 10 പ്രാവശ്യം ചെയ്തിട്ട് പ്രിൻ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്ത് കിട്ടും. പക്ഷെ അത് താമസമുള്ള കാര്യമാണ്. അതുവരെ ലൂപ്പിൽ ഉപയോഗിച്ചാൽ മതി. ലൂപ്പിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പ്രിൻ്റ് ചെയ്താൽ മതി. നമ്മൾ ഒറ്റ പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ മതി. സി ഈസ് ഗുഡ് അങ്ങനെ ഒറ്റ പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ലൂപ്പ് നമ്മൾ റൺ ചെയ്യുമ്പോൾ അത് 10 പ്രാവശ്യമോ 100 പ്രാവശ്യമോ പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇമ്പോസിഷൻ എഴുതുന്ന പോലെ ഒറ്റയടിക്ക് എല്ലാം കൂടി പ്രിൻ്റ് ചെയ്ത് തരും, എത്ര പ്രാവശ്യം വേണമെങ്കിലും. അതാണ് ലൂപ്പിൻ്റെ പ്രത്യേകത. ഒരേ കാര്യം അനേകം പ്രാവശ്യം ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്തതിന് പകരം ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമ്മൾ എഴുതിയാൽ മതി. അത് എത്ര തവണ വേണമെങ്കിലും പ്രിൻ്റ് ചെയ്ത് കിട്ടും. A loop executes a sequence of statements, അനേക സ്റ്റേറ്റ്മെൻറ്റ്സ്, സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് many times until the condition becomes false. അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ തെറ്റുമ്പോൾ മാത്രമേ നിർത്തുള്ളൂ. കണ്ടീഷൻ ട്രൂ ആണെന്നുള്ളത്തോളം കാലം ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. A loop consists of two parts, a body of a loop and the control statement. അപ്പോൾ ലൂപ്പിന് 2 പാർട്ടുണ്ട്. അതിൻ്റെ ബോഡി പാർട്ട്, പിന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട്. The control statement is a combination of some conditions that direct the body of the loop to execute until specified condition becomes false. അപ്പോൾ സ്പെസിഫൈഡ് കണ്ടീഷൻ തെറ്റാകുന്നവരെ അത് റിപ്പീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. The purpose of the loop is to repeat the same code a number of times. ഒരേ കോഡ് പല പ്രാവശ്യം ആവർത്തിക്കുന്നതിനാണ് നമ്മൾ ഈ ലൂപ്പ് കൊടുക്കാറുള്ളത്. C programming language provides us with 3 types of loop constructs. 3 പ്രധാനപ്പെട്ട ലൂപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് while loop, the first while loop, the second is do while loop, and the third is for loop. For loop, FORS. ആ ഫോറിന് വളരെ പ്രധാനം കേട്ടോ. ആ ദീ വായിക്കണമെന്ന് നിർബന്ധമില്ല. while loop, do while loop, for loop, അതാണ് 3 ലൂപ്പുകൾ. ഇത് ഏത് ലൂപ്പ് വേണമെങ്കിലും പ്രത്യേകം ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. 3 ലൂപ്പും കൂടി ഒരുമിച്ചാണ് നമ്മൾ ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സി എന്ന് പറയുന്നത്. അതിന് പോലെ ഏതെങ്കിലും ലൂപ്പ് ചോദിക്കാവുന്നതാണ് പരീക്ഷയ്ക്ക്. വൈ ലൂപ്പ് വിത്ത് ആൻ എക്സാമ്പിൾ, ഡു വൈ ലൂപ്പ് വിത്ത് ആൻ എക്സാമ്പിൾ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വൈ ലൂപ്പ് ആൻഡ് ഡു വൈ ലൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോർ ലൂപ്പ്, ഗിവ് ആൻ എക്സാമ്പിൾ. ഇവേ പ്രോഗ്രാം അതാണ്. അപ്പോൾ 3 കൂടി നമ്മുടെ എസ് ആയിട്ട് പറയുകയാണ്. കാരണം ഇത് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അല്പം ലെങ്തി ആയിട്ടൊരു എസ് ആണ്. സമയമെടുത്ത് പഠിക്കണം.
പരീക്ഷയ്ക്ക് ശരിക്കും ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം വൈൽ ലൂപ്പ് പറയുന്നത്. ഫസ്റ്റ് വൺ വൈൽ ലൂപ്പ് പറയും, ഡു വൈൽ ലൂപ്പ് പറയും, അവസാനം ഫോർ ലൂപ്പ് പറയും. അല്ല, ഫോർ ലൂപ്പൊക്കെ ഒരു ക്ലാസ്സിൽ മാത്രം ഉള്ളതാണെങ്കിലും നമ്മൾ മൂന്നും കൂടി ചേർത്ത് പറയുന്നത് ഒരു എസ്സേ പൂർണ്ണമായിട്ട് ഇതിൽ വരാൻ വേണ്ടിയാണ്. വൈൽ ലൂപ്പിന് സി. A while loop is the most straightforward looping structure. Syntax of while loop in C programming language is as follows. And syntax is while parenthesis condition opening brace statements semicolon closing brace. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഇറ്റ് ഇസ് ആൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. എൻട്രി നമ്മൾ ആരംഭത്തിൽ തന്നെ കൺട്രോൾ വരും. എൻട്രി കൺട്രോൾ ലൂപ്പ്. ഇൻ വൈൽ ലൂപ്പ് എ കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റഡ് ബിഫോർ പ്രോസസ്സിംഗ് ബോഡി ഓഫ് ദ ലൂപ്പ്. ആ ലൂപ്പിൻ്റെ ബോഡി പ്രോസസ് ചെയ്യുന്ന മുമ്പ് തന്നെ കണ്ടീഷൻ കൊടുക്കും, കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഇഫ് എ കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ ആൻഡ് ഓൺലി ദെൻ ദ ബോഡി ഓഫ് ദ ലൂപ്പ് ഇസ് എക്സിക്യൂട്ടഡ്. കണ്ടീഷൻ ശരിയാണെങ്കിൽ ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ആഫ്റ്റർ ദി ബോഡി ഓഫ് എ ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് ദെൻ കൺട്രോൾ അഗൈൻ ഗോസ് ബാക്ക് അറ്റ് ദി ബിഗിനിങ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ നമ്മൾ ബിഗിനിങ്ങിലേക്ക് പോകും. ആൻഡ് ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ഇഫ് ഇറ്റ് ഇസ് ട്രൂ. ദ സെയിം പ്രോസസ് is executed until the condition becomes false. Once the condition becomes false, the control goes out of the loop. ഇത് ഉദാഹരണത്തിന് ഇപ്പോൾ 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഒരു പ്രോഗ്രാം കൊടുക്കുകയാണ്. അപ്പോൾ അപ്പോൾ കണ്ടീഷൻ കൊടുക്കുന്നത് L<11 കൊടുക്കണം. L<11. അപ്പോൾ 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്ത് നിർത്തും. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും L<11 ആണെന്ന്. L11 ആണെങ്കിൽ റിട്ടേൺ ചെയ്യും. 11 പ്രിന്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ 12 പ്രിന്റ് ചെയ്യത്തില്ല. അപ്പോൾ L<11 അല്ലെങ്കിൽ L<101 അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ കൊടുത്താൽ ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കും കണ്ടീഷൻ L<101. അപ്പോൾ 100 വരെ പ്രിന്റ് ചെയ്യും ഒറ്റയടിക്ക്, ഒറ്റ സ്റ്റെപ്പിൽ, ഒറ്റ സ്ട്രെച്ച്. അതാ ലൂപ്പിലെ പ്രത്യേകത. ആഫ്റ്റർ എക്സിറ്റിംഗ് ദി ലൂപ്പ് ദ കൺട്രോൾ ഗോസ് ടു ദി സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ലൂപ്പ്. അപ്പോൾ ലൂപ്പ് എക്സിസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. ദ ബോഡി ഓഫ് എ ലൂപ്പ് ക്യാൻ കണ്ടെയ്ൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പിൻ്റെ ബോഡിയിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകാം, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകാം. ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ് ദെൻ ദ കേളി ബ്രേസസ് ആർ നോട്ട് കമ്പൽസറി. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളെങ്കിൽ നമുക്ക് ബ്രേസിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ഗുഡ് ടു പ്രാക്ടീസ് ത്രൂ to use the curly braces even we have a single statement in the body. അപ്പോൾ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളെങ്കിലും ഈ കേളി ബ്രേസുകൾ ഉപയോഗിക്കുന്നത് നല്ല ഒരു സമീപനമാണ്. ബ്രേസ് ഉപയോഗിച്ച് വേണം, അതിനുള്ളിൽ വേണം സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതാൻ. ബ്രേസുകൾക്കുള്ളിൽ വേണം സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതാൻ. ബ്രേസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബ്രാക്കറ്റ്, കേളി ബ്രേസ്. In while loop, if the condition is not true, then the body of a loop will not be executed. കണ്ടീഷൻ തെറ്റിയാൽ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നോട്ട് ഈവൻ വൺസ്, ഒരു പ്രാവശ്യം പോലും. ഇറ്റ് ഈസ് ഡിഫറൻറ്റ് ഇൻ ഡു വൈൽ ലൂപ്പ് വിച്ച് വി വിൽ സീ ഷോർട്ട്ലി. അപ്പോൾ ഈ വൈൽ ലൂപ്പിൻ്റെ പ്രവർത്തനവുമായിട്ട് വ്യത്യാസമുള്ളതാണ് ഡു വൈൽ ലൂപ്പ്. അത് നമ്മൾ ഉടനെ കാണുകയാണ്. ഫോളോയിങ് പ്രോഗ്രാം ഇലസ്ട്രേറ്റ്സ് വൈൽ ലൂപ്പ് ഇൻ സി പ്രോഗ്രാമിംഗ് എക്സാം. loop in C. The following program illustrates while loop in C. അപ്പോൾ പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടുക്കുകയുണ്ട്. ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. ഇതൊരു വൈൽ ലൂപ്പിൻ്റെ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ വൈൽ ലൂപ്പ് പ്രോഗ്രാം എന്ന് എഴുതിയാൽ ഇത് എഴുതിയാൽ മതി. ഇപ്പോൾ നോക്കൂ, ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h. ഇപ്പോൾ ഇവിടെ നമ്മൾ ഹെഡർ ഫയലായിട്ട് രണ്ടാമത് ഒരു ടേം കൂടി കൊടുക്കുകയാണ്, ഹാഷ് ഇൻക്ലൂഡ് conio.h. അപ്പോൾ ഈ മാത്തമാറ്റിക്സിൽ ഇപ്പോൾ സംഖ്യകളൊക്കെ ഉപയോഗിക്കും, ട്രിഗണോമെട്രി ഉണ്ടെങ്കിൽ അതിൻ്റെ ലൈബ്രറി ഫംഗ്ഷനാണ്. ലൈബ്രറി ഫംഗ്ഷൻ ഇരിക്കുന്നത് ഈ conio.h-ലാണ്. അതിലാണ് ഈ conio.h കൊടുക്കുന്നത്. മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ ഈ ഹെഡർ ഫയലിൻ്റെ കൂടെ രണ്ടാമത്തെ ഹെഡർ ഫയൽ ഹാഷ് ഇൻക്ലൂഡ് conio.h കൊടുക്കാറുണ്ട്. ഇൻറ്റ് മെയിൻ നമുക്ക് വേണമല്ലോ, ഇൻറ്റ് മെയിൻ പാരന്തസിസ് ഓപ്പണിംഗ് ബ്രേസ്. ഇപ്പോൾ ലൂപ്പിലെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഇത്തരം കേളി ബ്രേസിനകത്താണ് കൊടുക്കേണ്ടത്. ഓപ്പണിംഗ് ബ്രേസ്, ഇൻറ്റ് നമ്പർ അസൈൻസ് 1,
സെമിക്കോളൻ, അത് ഇനിഷ്യലൈസേഷൻ എന്ന് പറയും. ഇനിഷ്യലൈസിങ് ദി വേരിയബിളാണ്. ആ 2 ബാറിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുകയാണ്. അത് പ്രോഗ്രാമായിട്ട് ബന്ധമില്ലെന്നൊക്കെ അറിയാമല്ലോ. നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ് 2 ബാറിൻ്റെ അപ്പുറത്ത് ഇനിഷ്യലൈസിങ് ദ വേരിയബിൾ. അപ്പോൾ ആ 2 ബാറിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളെ പ്രോഗ്രാമിൽ എഴുതണ്ട. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വൈൽ നമ്പർ ലെസ് ദാൻ ഈക്വൽ ടു 10, ലെസ് ദാൻ ഈക്വൽ ടു, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഇവിടെ കൊടുത്താലും മതി. ഇതേ കണ്ടീഷനാണത്. നമ്പർ ഗ്രേറ്റർ ദാൻ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ 10 എന്ന് കൊടുക്കാം. അപ്പോൾ 10 കൊണ്ട് നിർത്തും പ്രിൻറ്റിങ്. വൈൽ ലൂപ്പ് വിത്ത് കണ്ടീഷനാണ്. അപ്പോൾ അത് വൈൽ ലൂപ്പ് വിത്ത് കണ്ടീഷൻ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. വൈൽ നമ്പർ ലെസ് ദാൻ ഈക്വൽ 10 വരെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷനാണത്. പിന്നെ വീണ്ടും ഓപ്പണിംഗ് ബ്രേസ് പ്രിൻ്റ് എഫ് കൊട്ടേഷൻ %d ന്യൂ ലൈൻ കൊട്ടേഷൻ ക്ലോസ്ഡ് കോമ നമ്പർ സെമിക്കോളൻ. അപ്പം അത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ്. നമ്പർ പ്ലസ് സെമിക്കോളൻ അറിയാമല്ലോ. I++, ഓരോന്ന് കൂട്ടി പ്രിൻറ്റ് ചെയ്യണം. 1, 2, 3 ഇങ്ങനെ ഒന്ന് കൂട്ടി പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്പർ പ്ലസ് കൊടുക്കുന്നത്. ഇൻക്രിമെൻറ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. I+, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ I++ ആൻഡ് ++I നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിൻ്റെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഐഡിയ. നമ്പർ പ്ലസ് ഓരോന്ന് കൂട്ടി പ്രിൻറ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥമാണ് എഴുതിയിരിക്കുന്നത് 2 ബാറിൻ്റെ ഇപ്പുറത്ത്. ഇൻക്രിമെൻറ്റിംഗ് ഓപ്പറേഷൻ, അതായത് ഓരോന്ന് കൂട്ടി പ്രിൻറ്റ് ചെയ്യും. ക്ലോസിംഗ് ബ്രേസ് റിട്ടേൺ 0 സെമിക്കോളൻ ക്ലോസിംഗ് ബ്രേസ്. അപ്പോൾ ഒരു ഓപ്പണിംഗ് ബ്രേസ് ഉണ്ടെങ്കിൽ ഒരു ക്ലോസിംഗ് ബ്രേസ് ഉണ്ട്. മുകളിൽ 2 ഓപ്പണിംഗ് ബ്രേസ് ഉണ്ട്. അപ്പോൾ താഴെ 2 ക്ലോസിംഗ് ബ്രേസും വേണം. റൺ ചെയ്യുമ്പോഴേ കിട്ടുന്നതാണ്. റൺ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് n is less than or equal to 10 ആണ്. അപ്പോൾ ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ 1 മുതൽ 10 വരെ ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. അതാണ് വയലിൻ്റെ പ്രത്യേകത. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി. അല്ലെങ്കിൽ 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 10 പ്രാവശ്യം ഇങ്ങനെ 1, 2 എഴുതിയിട്ട് പ്രിൻ്റ് ചെയ്യണം. അതിന് പകരം ഈ ലൂപ്പ് ഉപയോഗിച്ചാൽ മതി. above program illustrates the use of while loop. അപ്പോൾ മുകളിലത്തെ പ്രോഗ്രാം while loop ആണ് കാണിക്കുന്നത്. In the above program, we have printed a series of numbers with 1 to 10 using a while loop. while loop വെച്ച് 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇതേ പ്രോഗ്രാം തന്നെ മതിയാകും. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കുന്ന വിചാരിച്ചോളൂ. 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം പറയുക while loop വെച്ച്. അപ്പോൾ while നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് കൊടുക്കണം. 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ആ വയലുണ്ടല്ലോ, ആ വയൽ കാണുന്നില്ലേ, അവിടെ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ 100 എന്ന് കൊടുത്താൽ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യും. അതാണ് രീതി. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് അതുപോലെ ഇവിടെ പ്രോഗ്രാമിൽ മാറ്റം വരുത്താം. ഇവിടെ വയൽ നോക്കിയാൽ വയൽ കണ്ടോ, ഇതാണ് വയൽ, ഇതാ കാണുന്ന വയൽ. ആ വയൽ നമ്പർ ലെസ് ദാൻ ഈക്വൽ 10 എന്നുള്ളത് വയൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് കൊടുത്താൽ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യും. അപ്പോൾ വൈൽ ലൂപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലൂപ്പ് നമ്മൾ പഠിക്കുകയാണ് ഡു വൈൽ ലൂപ്പ്. A do while loop in C is similar to while loop except that the condition is always executed after the body of a loop. It is also called an exit control loop. Syntax of do while loop in C programming language is as follows. അത് ഈ ഡു വൈൽ ലൂപ്പ് while loop പോലെയുള്ള ഒരു കൺസ്ട്രക്റ്റ് ആണ്. വ്യത്യാസം, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആഫ്റ്റർ ദി ബോഡി ഓഫ് ദി ലൂപ്പാണ്. ഈ ലൂപ്പിന് ശേഷമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്, അങ്ങനെയും വിളിക്കും അതിനെ, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അതിന് സിൻറ്റാക്സ് നോക്കി, അതിന് സിൻറ്റാക്സ് ഡു വൈലാണ്, ഡു വൈൽ ലൂപ്പാണ്. ഡു ബ്രേസ് സ്റ്റേറ്റ് മൈനസ് ക്ലോസിംഗ് ബ്രേസ് വൈൽ എക്സ്പ്രഷൻ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ വൈൽ നമ്മൾ ആദ്യം കൊടുക്കുന്നില്ല, അവസാനമാണ് കൊടുക്കുന്നത്. As we saw in a while loop, the body is executed if and only if the condition is true. In some cases, we have to execute a body of the loop at least once, even if the condition is false. This type of operation can be achieved by using a do while loop. അതാണ് ഒരു വ്യത്യാസം. As we saw in a while loop,
the body is executed if and only if the condition is true. അപ്പോൾ വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യും. In some cases, we have to execute a body of the loop at least once, even if the condition is false. എന്നാൽ ചില കേസിൽ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. This type of operation can be achieved by using a do-while loop. ഇത്തരം രീതി ഒരു do-while ലൂപ്പിലൂടെ നമുക്ക് സാധിക്കും. In the do-while loop, the body of the loop is always executed at least once. After the body is executed, then it checks the condition. If the condition is true, then it will again execute the body of the loop. Otherwise, control is transferred out of the loop. അപ്പോൾ ഒരു പ്രാവശ്യം ഏതായാലും ഇത് എക്സിക്യൂട്ട് ചെയ്യും. ആഫ്റ്റർ ദി ബോഡി is executed, then it checks the condition. അവസാനം കണ്ടീഷൻ ചെക്ക് ചെയ്യും. If the condition is true, then it will again execute. Condition true ആണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അതിങ്ങനെ തുടരും. Otherwise, control is transferred out of the loop. അപ്പം ഇങ്ങനെ ഇത് തുടരും. അവസാനം ഇത് പാസ് ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. Similar to the while loop, once the control goes out of the loop, the statements which are immediately after the loop is executed. അപ്പോൾ ഇത് എക്സിക്യൂഷൻ കഴിഞ്ഞ് ഈ കൺട്രോളില് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു പോയാൽ തൊട്ട് അടുത്തുള്ള ലൂപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. ഇനി നോക്കുക, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഈ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ദ ക്രിട്ടിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വൈൽ ആൻഡ് ഡു വൈൽ ലൂപ്പ് ഈസ് ദാറ്റ് ഇൻ വൈൽ ലൂപ്പ് ദ വൈൽ ഇസ് റിട്ടൺ അറ്റ് ദ ബിഗിനിങ്. അപ്പോൾ വൈൽ ലൂപ്പിൽ നമ്മൾ വൈൽ ആദ്യം എഴുതും. In do while loop, the while condition is written at the end and remains with the semicolon. While loopil while condition നമ്മൾ അവസാനം എഴുതും, എന്നിട്ട് അത് സെമിക്കോളൻ കൊണ്ട് ടെർമിനേറ്റ് ചെയ്യും. The following loop program in C illustrates the working of do while loop. താഴെ പറയുന്ന പ്രോഗ്രാം do while loopന്റെ എക്സാമ്പിൾ ആണ്. Below is a do while loop in C example to print a table of number 2. Number 2ന്റെ ഒരു ടേബിൾ, ഒരു പട്ടിക പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണിത്. ഹാഷ് ഇൻക്ലൂഡ് studio.io.h, ഹാഷ് ഇൻക്ലൂഡ് conio.h. കോണിയോ ഞാൻ പറഞ്ഞില്ലേ, മാത്തമാറ്റിക്സ് വരുമ്പോൾ ഇത് കൊടുക്കാറുണ്ട്. ഇൻറ്റു മെയിൻ പാരന്തസിസ് ഓപ്പണിംഗ് ബ്രേസ് ഇനി നമ്പർ അസൈൻസ് 1 സെമിക്കോളൻ ഇനിഷ്യലൈസേഷൻ ഓഫ് ദി വേരിയബിൾ ആണ്. ഡു ബൈ ലൂപ്പിൻ്റെ ആരംഭം ഓപ്പണിംഗ് ബ്രേസ് പ്രിൻ്റ് ഓഫ് %d \n ന്യൂ ലൈൻ കൊട്ടേഷൻ ക്ലോസ്ഡ് (2) ഇൻറ്റു നമ്പർ. രണ്ടിൻ്റെ മൾട്ടിപ്പിളാണ് അടിക്കുന്നതാണ് 2 സ്റ്റാർ നമ്പർ ഇട്ടിരിക്കുന്നത്. പാരന്തസിസ് സെമിക്കോളൻ നമ്പർ പ്ലസ് കൂട്ടി പറയണം. 2ൻ്റെ മൾട്ടിപ്പിൾസ് കൂട്ടി പറയണം നമുക്ക്. സെമിക്കോളൻ ഇൻക്രിമെൻറ്റിങ് ദ ഓപ്പറേഷനാണ് ഈ നമ്പർ പ്ലസ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെയും പറഞ്ഞല്ലോ. പിന്നെ അടുത്തത് ക്ലോസിംഗ് ബ്രേസ് വൈൽ നമ്പർ <10 വരെയുള്ള നമ്പറാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 100 വരെയാണെങ്കിൽ അവിടെ 100 എന്ന് കൊടുക്കണം. സെമിക്കോളൻ റിട്ടേൺ 0 സെമിക്കോളൻ ക്ലോസിംഗ് ബ്രേസ്. ഇപ്പോൾ 2 ഓപ്പണിംഗ് ബ്രേസ്, എത്ര ഓപ്പണിംഗ് ബ്രേസ് ഉണ്ട്? 1 ഓപ്പണിംഗ് ബ്രേസ്, 2 ഓപ്പണിംഗ് ബ്രേസ്, 2 ക്ലോസിംഗ് ബ്രേസ് വേണം. ഇവിടെ 2 ക്ലോസിംഗ് ബ്രേസ്. ഇവിടെ ഒന്നാമത്തെ ഓപ്പണിംഗ് ബ്രേസ് ആ റിട്ടേൺ 0യുടെ മുകളിൽ ഒരു ഓപ്പണിംഗ് ബ്രേസ് ഉണ്ട് കേട്ടോ. റിട്ടേൺ അത് ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ 0യുടെ മുകളിൽ ഓപ്പണിംഗ് അവിടെ ഉണ്ട്. ആ വൈൽ മുമ്പിൽ ഓപ്പണിംഗ് ബ്രേസ് ഉണ്ട്, പിന്നെ അവസാനം ഓപ്പണിംഗ് ബ്രേസ്. അപ്പോൾ 2 ഓപ്പണിംഗ് ബ്രേസ്, 2 ക്ലോസിംഗ് ബ്രേസ്. എത്ര ഓപ്പണിംഗ് ബ്രേസ് ഉണ്ട് അത്രയും തന്നെ ക്ലോസിംഗ് ബ്രേസും വേണം, അത് മസ്റ്റാണ്. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ കൂട്ടി പ്രിൻ്റ് ചെയ്യും. 2, 4, 6, 8, 10, 12, 14, 16, 18, 20. കാരണം നമ്പർ <10 ആണ്. അപ്പോൾ 10x2, 1x2, 2x2, 3x2 അങ്ങനെയാണ് പ്രിൻ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് പ്രോഗ്രാം.
In the above example, we have printed a multiplication table of 2 using a do while loop. Let us see how the program was able to print the series. അപ്പോൾ ലെറ്റർ സി വേണമെന്നില്ല. ലെറ്റർ സി എന്നുള്ളത് കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. എസ് ഐയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടി ആ ലെറ്റർ സി എന്നുള്ള സെൻറ്റൻസ് എഴുതണമെന്നില്ല, അതിന് മുകളിലുള്ള എഴുതി നിർത്താം. ഇനി അടുത്ത ലൂപ്പ്, ഫോർ ലൂപ്പ് ഇൻ സി. ആ കഴിഞ്ഞതില്ലേ നോക്കിയാൽ ലെറ്റർ സി ഹൗ ദി പ്രോഗ്രാം വാസ് ഏബിൾ ടു പ്രിന്റ് ദ സീരീസ് എന്നുള്ളത് എഴുതണമെന്നില്ല, കാരണം ബാക്കിയുള്ള കാര്യം മതിയാകും. കാരണം നമ്മൾ ഡു വൈൽ ലൂപ്പ് പറഞ്ഞു, ഒരു പ്രോഗ്രാം പറഞ്ഞു, അതേ ചോദിക്കുകയുള്ളൂ, വിശദീകരണം ചോദിക്കത്തില്ല. പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ ആ പ്രോഗ്രാമിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് സി ഹൗ ദ പ്രോഗ്രാം ഏബിൾ ടു പ്രിന്റ് ദ സീരീസ്, അത് ആ സെൻറ്റൻസ് എഴുതണ്ട, നോട്ട് എഴുതണ്ട. ഇനി നമ്മൾ മൂന്നാമത്തെ ലൂപ്പ്, ലാസ്റ്റ് ലൂപ്പ്, പ്രധാനപ്പെട്ട ലൂപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട ലൂപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഫോർ ലൂപ്പ് ഇൻ സി. ആ ഫോർ എന്നുള്ളത് ചെറിയ അക്ഷരം വേണം, ഹെഡിങ് ആയതുകൊണ്ട് മാത്രം ഇവിടെ എഫ് ഗ്യാപ്പിൽ എഴുതുകയാണ്. ശരിക്കും ഫോർ എഫ് ചെറിയ അക്ഷരമാണ്, സ്മോൾ ലെറ്റർ ലോവർ കേസ് ലെറ്റർ വേണ്ടത്. അങ്ങനെ തിരുത്താം കേട്ടോ, അങ്ങനെ തിരുത്താം, സ്മോൾ എഫ് എഴുതാം. എ ഫോർ ലൂപ്പ് നോക്കിയേ, എ ഫോർ ലൂപ്പ് ഇസ് എ മോർ എഫിഷ്യൻറ്റ് ലൂപ്പ് സ്ട്രക്ചർ ഇൻ സി പ്രോഗ്രാമിംഗ്. സി പ്രോഗ്രാമിങ്ങിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പാണ് ഈ ഫോർ എന്ന് പറയുന്നത്. ദ ജനറൽ സ്ട്രക്ചർ ഓഫ് ഫോർ ലൂപ്പ് സിൻറ്റാക്സ് ഇൻ സി ഈസ് ആസ് ഫോളോസ്. ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ്. ഫോർ parenthesis initial value semicolon condition semicolon incrementation or decrementation കൂട്ടണോ കുറക്കണോ, ക്ലോസിംഗ് ബ്രേസ്, ക്ലോസിംഗ് parenthesis ഓപ്പണിംഗ് ബ്രേസ് സ്റ്റേറ്റ്മെന്റ് സെമിക്കോളൻ ക്ലോസിംഗ് ബ്രേസ്. അതാണ് അതിൻ്റെ സിൻറ്റാക്സ്. ഇനി ഫോർ ലൂപ്പ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയേ. ദ ഇനിഷ്യൽ വാല്യൂ ഓഫ് ദി ഫോർ ലൂപ്പ് ഈസ് പെർഫോംഡ് ഓൺലി വൺസ്. ഇനിഷ്യൽ വാല്യൂ ഒരു പ്രാവശ്യം മാത്രം ചെയ്യും. ദ കണ്ടീഷൻ ബൂളിയൻ എക്സ്പ്രഷൻ ദാറ്റ് ടെസ്റ്റ് ആൻഡ് കമ്പയർസ് ദി കൗണ്ടർ ടു എ ഫിക്സഡ് വാല്യൂ ആഫ്റ്റർ ഈച്ച് ഐട്രേഷൻ, സ്റ്റോപ്പിംഗ് ദ ഫോർ ലൂപ്പ് വെൻ ഫാൾസ് ഈസ് റിട്ടേൺഡ്. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും, ഫാൾസ് ആകുമ്പോൾ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. The incrementation or decrementation increases or decreases the counter by a set value. നമ്മൾ ഏത് വാല്യൂ സെറ്റ് ചെയ്ത്, 2 ആണെങ്കിൽ 2, 4 ആണെങ്കിൽ 4, ആ വാല്യൂ വെച്ചിട്ട് ഇവിടെ നമ്പർ സംഖ്യ കൂട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൊണ്ടിരിക്കും. ഇൻക്രിമെന്റ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യും. ഇതാണ് ഒരു സാമ്പിൾ പ്രോഗ്രാം. ഫോളോയിങ് പ്രോഗ്രാം ഇല്ലസ്ട്രേറ്റ്സ് ഫോർ ലൂപ്പ് ഇൻ സി. ഫോർ ലൂപ്പ് വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് താഴെ. പ്രോഗ്രാം എക്സാമ്പിൾ: ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റ് മെയിൻ ഹാഷ് ഇൻക്ലൂഡ് conio.h കൊടുക്കാം. ഇവിടെ അവർ കൊടുത്തിട്ടില്ല സംഖ്യയാണെങ്കിലും, കാരണം ഈ സംഖ്യ പ്രിന്റ് ചെയ്യാനായിട്ട് conio.h ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി conio.h എഴുതിയാലും കറക്റ്റാണ് കേട്ടോ. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, ഇൻറ്റ് മെയിൻ parenthesis ഓപ്പണിംഗ് ബ്രേസ് ഇൻറ്റ് നമ്പർ 4 parenthesis number equal to 1 semicolon, number less than or equal to 10 semicolon, number plus നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. ഫോർ ലൂപ്പ് ടു പ്രിന്റ് 1 to 10 നമ്പേഴ്സ്, 1 മുതൽ 10 വരെ നമ്പർ പ്രിന്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഓപ്പണിംഗ് ബ്രേസ് പ്രിന്റ് ഓഫ് %d \n number close bracket semicolon to print the number, then closing brace return 0 semicolon closing brace. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോഗ്രാം. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കിട്ടും നമുക്ക് 1 മുതൽ 10 വരെ ഇങ്ങനെ പ്രിന്റ് ചെയ്യും. അപ്പോൾ നമ്പർ ++ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വേണ്ടതിനകത്ത് 1 2 etc 10 വരെ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫോറിൻ്റെ പ്രോഗ്രാമും അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. അത് നോക്കിക്കോളാം കേട്ടോ. ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സി മൊത്തം പഠിക്കുമ്പോഴും ഈ ഒരു എസ്സേ പ്രത്യേകം പഠിച്ചുകൊള്ളാം.
ചെറിയ എസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട എസ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും സ്റ്റെപ്പുകൾ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിലും എക്സാമിനേഷൻ നമുക്ക് എഴുതാൻ പറ്റും, ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. ക്വസ്റ്റ്യൻസ് നമ്പർ 1, എസ് എക്സ്പ്ലെയിൻ ആൻഡ് ഇല്ലസ്ട്രേറ്റ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ് വേരിയസ് ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് ഇൻ സി ലാംഗ്വേജ്. ഇപ്പോൾ സി ലാംഗ്വേജിൽ വിവിധ ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. 3 എണ്ണങ്ങൾ: വൈൽ, ഡു വൈൽ, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്. ഇത് 3 എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി ചില ഷോർട്ട് ആൻസർ: കമ്പയർ വൈ ലൂപ്പ് ആൻഡ് ഡു വൈ ലൂപ്പ് വിത്ത് എക്സാമ്പിൾ. നമ്മളതിന് കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. രണ്ടും എഴുതാൻ വേണമെങ്കിൽ. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യത്യാസം, വൈ ലൂപ്പിന് ആദ്യം നമ്മൾ വൈൽ കൊടുക്കണം, ഡു വൈൽ അവസാനം കൊടുത്താൽ മതി. അങ്ങനെയുള്ള ചില വ്യത്യാസം. വാട്ട് ഈസ് ഫോർ ലൂപ്പ്? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ പാർട്ട് മാത്രം എഴുതണം. ഇത് ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാൻ വിട്ടുപോയി. ആ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലെ, അതായത് ഈഫ് ആൻഡ് ഈഫ് എൽസ് പഠിച്ചല്ലോ, അതിലൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ നിന്ന് ആവർത്തിക്കുകയാണ്. എക്സ്പ്ലെയിൻ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ, ഡിസ്ക്രൈബ് ഈഫ് എൽസ് വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ അറിയാലോ, ഈഫ് സ്റ്റേറ്റ്മെൻറ്റും ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചേർക്കുന്നതേ ഉള്ളൂ. ഈ ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ 1, 2, 3 ക്വസ്റ്റ്യൻസാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ടൈപ്പായിട്ട് പഠിച്ചു കൊള്ളണം. That is all. Thank you very much.